നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ എത്തിയിരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തന്റെ സഹധർമ്മിണി കമലയ്ക്കൊപ്പമായിരുന്നു മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയത്. കൂടിക്കാഴ്ച 25 മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു. എന്തൊക്കെ സമ്മാനങ്ങളാണ് ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. പൂച്ചെണ്ടും കഥകളി രൂപവും നൽകിയാണ് മുഖ്യമന്ത്രിയെയും ഭാര്യയെയും ഗവർണർ സ്വീകരിച്ചത്. സാരിയും സുഗന്ധവ്യഞ്ജനങ്ങളും അടക്കം മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു സമ്മാനങ്ങൾ നൽകിയാണ് ഇരുവരും സൗഹൃദം സന്ദർശനത്തിന് തുടക്കമിട്ടത്. തികച്ചും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച നടന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ ഗവർണർ നടത്തുന്ന അറ്റ് ഹോം സൽക്കാര പരിപാടിയിലേക്ക് ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. പരിപാടിക്കായി 800 പേരെയാണ് ക്ഷണിക്കുന്നത്. ചടങ്ങിന്റെ ചെലവിനായി 20 ലക്ഷം രൂപ സർക്കാർ നൽകും. മുൻ ഗവർണറുമായി മുഖ്യമന്ത്രി ആദ്യ വർഷങ്ങളിൽ സൗഹാർദ്ദപരമായാണ് നീങ്ങിയത്. ഇരുവരും ചേർന്ന് കേക്ക് മുറിച്ചിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് കാശ്മീരിലെ വിലയേറിയ കുങ്കുമപ്പൂവിട്ട ചായപ്പൊടി മുൻ ഗവർണർ സമ്മാനിച്ചതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നീടാണ് ഇരുവർക്കും ഇടയിൽ അസ്വാരസ്യങ്ങൾ വന്നതും ഇരുവരും തെറ്റിപ്പിരിഞ്ഞതും. അതേസമയം രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രി രാജ്ഭവനിൽ പ്രഭാത നടത്തത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമുണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയെ രാജ്ഭവനിൽ പ്രഭാത നടത്തത്തിന് ക്ഷണിക്കുകയുണ്ടായി. രാജ്ഭവനിലേത് നല്ല അന്തരീക്ഷമാണെന്നും ഒരുമിച്ച് നടക്കാമെന്നും ഗവർണർ പറയുകയുണ്ടായി. നടക്കാൻ താനും കൂടാമെന്നും ഗവർണർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചിരിച്ചു. അതിന് മറുപടി പറഞ്ഞില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറെ മുഖ്യമന്ത്രി കണ്ടിരുന്നില്ല. ഗവർണറുമൊത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്നത്. ജനുവരി 2-നായിരുന്നു ആർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഗവർണർ പ്രകീർത്തിച്ചിരുന്നു. മുൻ കേരള ഗവർണർ ബീഹാറിലേക്കും ബീഹാറിലെ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ കേരളത്തിലേക്കും നിയോഗിക്കുകയായിരുന്നു. അതേസമയം സ്ഥാനമൊഴിഞ്ഞെങ്കിലും കേരളവുമായുള്ള ബന്ധം തുടരുമെന്നും കേരള ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ടാണ് താൻ പോകുന്നതെന്നും മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം പുതിയ ചുമതല ഏറ്റെടുക്കാൻ ബീഹാറിലേക്ക് തിരിയുമ്പോൾ ആണ് അത്തരത്തിൽ ഈ ഒരു പ്രതികരണം മുൻ ഗവർണർ നടത്തിയത്. മലയാളത്തിലായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. ഗവർണറുടെ കാലാവധി തീരുന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധമായിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ടാണ് താൻ പോകുന്നത്. നിങ്ങളെയെല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. സർവകലാശാല വിഷയത്തിലൊഴികെ കേരള സർക്കാരുമായി യാതൊരു കലഹവും ഉണ്ടായിരുന്നില്ല. കേരള സർക്കാരിന് എല്ലാ ആശംസകളും നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളം വിടുന്ന സാഹചര്യത്തിൽ വിവാദമായേക്കാവുന്ന ചോദ്യങ്ങളൊന്നും തന്നെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം സ്ഥാനമൊഴിഞ്ഞ് യാത്ര തിരിക്കുന്ന ഗവർണറെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എത്തിയില്ല. യാത്രയയപ്പും നൽകിയിരുന്നില്ല. മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് സർക്കാർ ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയത് ശ്രദ്ധേയമാണ്. എന്നാൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് വേണ്ട എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിയ ഒരു ഗവർണർ ആയിരുന്നു അദ്ദേഹം. പി സദാശിവത്തിന് രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തിയിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കിയിരുന്നു. പക്ഷേ മുൻ ഗവർണർക്ക് അത്തരത്തിൽ യാതൊരു യാത്രയയപ്പും നൽകിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.